തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മേഘമലൈ. തമിഴ്നാടിൻ്റെ കാശ്മീർ എന്നും പച്ചക്കൊടുമുടികൾ എന്നും അറിയപ്പെടുന്ന ഈ സ്ഥലം തിരക്കില്ലാത്തതും കോടമഞ്ഞും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഈ സ്ഥലം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാക്കി മാറ്റാനുള്ള കാരണം എപ്പോഴും സുഖകരമായ കാലാവസ്ഥയും ശാന്തമായ വായുവും മനോഹരമായ കാഴ്ചകളും തന്നെ. ഹെവി വേവി മൗണ്ടൻസ് എന്നും ഇത് അറിയപ്പെടുന്നു. സഞ്ചാരികളുടെ തിരക്കില്ലാത്ത, പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോകാത്ത ശാന്തമായ ഒരു സ്ഥലമാണിത്. ഫോട്ടോ എടുക്കട്ടാ, മലയിലേക്കാണ് വണ്ടി പോണത്. തമിഴ്നാട്ടിലെ കമ്പം തേനിയിൽ നിന്നും 15 കിലോമീറ്റർ പോയാൽ ചിന്നമന്നൂർ എന്ന ടൗൺ കാണാം. അവിടുന്ന് 34 കിലോമീറ്റർ ദൂരെയാണ് ഈ മേഘമലൈ. ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നെൽപ്പാടങ്ങൾ കാണാം കേട്ടോ. വാഴത്തോട്ടങ്ങളും നെൽപ്പാടങ്ങളും ഇങ്ങനെ കാണാം. അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. രാവിലെയാണ് ഞങ്ങൾ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പീസായിട്ടുള്ള മൈൻഡാണ്. നല്ല യാത്രയുണ്ട്. തമിഴ്നാട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അവരുടെ ഭാഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പോകും വഴി ഇരുവശങ്ങളിലുള്ള പുളിമരങ്ങളും കന്നുകാലികളും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. മേഘമലയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഓഫീസർ നമ്മുടെ കാറൊക്കെ എല്ലാം ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികളും അതൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതൊക്കെ മാക്സിമം അവർ മാറ്റാൻ ശ്രമിക്കും. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പെട്രോളും ഡീസലും ഒക്കെ നന്നായിട്ട് ഫില്ലാക്കിയിട്ട് വേണം വരാനായിട്ട്. കാരണം ഇവിടെ അങ്ങനെ ഗ്യാസ് സ്റ്റേഷൻ ഒന്നും കാണാനില്ല. അങ്ങനെ മേഘമലയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് നമുക്ക് ഒറ്റപ്പെട്ടൊരവസ്ഥ തോന്നി. കാരണം വഴിയിലൊന്നും ആൾക്കാരൊന്നുമില്ല. നമുക്കൊരു വല്ലാത്തൊരു ഭയം തോന്നി. പ്രത്യേകിച്ച് വന്യമൃഗജീവിയായ പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലവുമാണ്. ഇടയ്ക്ക് റിലാക്സ് ചെയ്യാണ്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവിടുത്തെ പ്രധാന ഏരിയ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ ഒരു സ്റ്റാച്ചു ഒരാള് നിൽക്കുന്ന പോലെ ഇത് കായാമ്പൂവാണോ? അയ്യോ, പെട്രോൾ അവിടെ ഇല്ലല്ലോടി. ഊട്ടി ഇത്ര പൊക്കത്തല്ലേ, ഊട്ടിയിൽ പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, പിന്നെന്താ. അപ്പോൾ കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് പെട്രോൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആകെ വിഷമമായി. പെട്രോൾ സ്റ്റേഷനൊക്കെ തിരക്കിയപ്പോഴേക്കും അവിടെ ഒന്നും പെട്രോൾ പമ്പേ ഇല്ലെന്ന് അറിഞ്ഞു. അപ്പോൾ കൂടുതൽ ടെൻഷനായി. ഇനിവേ ഞങ്ങൾ നല്ല പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു തീരാതിരിക്കാനായിട്ട്. കുറേ അങ്ങ് ചെന്നപ്പോഴേക്കും നല്ല സുന്ദരക്കുട്ടന്മാരായ കാട്ടുകോഴീനെ കണ്ടു. കാഴ്ചകൾ ചെറുതാണെങ്കിലും നല്ല സുന്ദരക്കുട്ടന്മാരാണ്. ഞങ്ങളെ കണ്ടപ്പോഴേ അങ്ങ് ഓടിപ്പോയി. പിന്നെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അഴകുകൊണ്ടും കാലാവസ്ഥ കൊണ്ടും മൂന്നാറിനെ തോൽപ്പിക്കും ഈ ഗ്രാമീണ സുന്ദരി. ശരിക്കും മനസ്സിനെ കുളിരണിയിക്കുന്ന അനുഭവമാണ് ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ. മഞ്ഞിൽ പൊതിഞ്ഞ മലമടക്കുകളും മഞ്ഞണിഞ്ഞ തേയില തോട്ടങ്ങളും എല്ലാം കൊണ്ട് അതിമനോഹരമാണ്. മേഘമലയിൽ താമസിക്കാനായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും ഇവിടെ ലഭ്യമാണ്. തേയിലത്തോട്ടങ്ങളും ഏലക്കാടുകളും ഒക്കെയായി 18 വളവുകൾ താണ്ടി എത്തുന്നത് മേഘമലയുടെ സൗന്ദര്യത്തിലേക്കാണ്. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ ഫീലാണ് തോന്നുന്നത്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ വീടുകൾ കാണാം. ഇവിടുത്തെ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വീടുകളാണ്. പിന്നെ ഇവിടെ മനോഹരമായ കോവിലുകളും ചെറിയ പോസ്റ്റ് ഓഫീസും ഒക്കെ കാണാൻ സാധിച്ചു. എവിടെ നോക്കിയാലും സന്തോഷിക്കാൻ പറ്റിയ കാഴ്ചകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ
കാണാനായിട്ട് വെള്ളച്ചാട്ടങ്ങളും വന്യജീവി സങ്കേതങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സമയമില്ലായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. ആ പോകുന്ന വഴി നമ്മൾ കമ്പത്തിറങ്ങി മുന്തിരിത്തോട്ടവും കാണണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പട്ടു വിരിച്ചതുപോലെയുള്ള തേയിലത്തോട്ടങ്ങളാണ്. മേഘമലയിൽ ഒരു പ്രധാന സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളുടെ ഓണർമാർ തന്നെ വെച്ചു കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ വീടുകളിലാണ് അവിടുത്തെ തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്നത്. അവിടെ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന കാഴ്ചകൾ കാണാം. അവിടെ ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ചെലവഴിച്ചു. അവിടുത്തെ ഫ്രഷ് എയറൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ നേരെ കമ്പത്തുള്ള മുന്തിരിത്തോട്ടം കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.